ഖത്തറിൽ ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള 17 സർവീസുകളും കണ്ണൂരിൽ നിന്നുള്ള 12 സർവീസുകളും റദ്ദാക്കി. വ്യോമപാതകൾ തുറന്ന സാഹചര്യത്തിൽ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഇൻഡിഗോ അറിയിച്ചു. കഴിഞ്ഞാണ് രണ്ടാമത് ഓൺ ടൈമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇതിന് ട്രൈ ചെയ്യണം. ഒമാൻ എയർലൈൻസ് റെഗുലർ സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇന്നലെ രാത്രി വന്നിട്ട് ഇവിടെ നിൽക്കേണ്ടി വന്ന ആളുകൾക്ക് താമസവും ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് ഏർപ്പാടാക്കണം. ഇല്ല, ഞങ്ങൾ നേരം വിളിക്കുള്ള ഇതിന് പിന്നിലായിരുന്നു. താമസത്തിൻ്റെ പ്രശ്നമായിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇതിപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ശരിയാവുമെന്ന് പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, എത്രത്തോളം സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്? നിലവിൽ യാത്രക്കാരെ അതൊക്കെ എങ്ങനെ ബാധിക്കുന്നു? ജിൽസി, വലിയ തോതിൽ തന്നെ ഈ വിമാന സർവീസുകൾ റദ്ദാക്കിയത് യാത്രക്കാരെ ബാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കേട്ടത് ഈ ഒമാനിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു യാത്രക്കാരൻ്റെ പ്രതികരണമാണ്. ഇന്നലെ രാത്രി 12 മണിക്കായിരുന്നു അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിട്ടില്ല. വിമാനത്താവളത്തിന് പുറത്ത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും കാത്തിയത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ പോകാനുള്ള ഇപ്പോൾ കുറേ അധികം ആളുകളെ വിമാനത്താവളത്തിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ID കാർഡ് പരിശോധന അടക്കം ഇവിടെ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇൻഡിഗോ സർവീസുകൾ ഈ വ്യോമപാത തുറന്ന സാഹചര്യത്തിൽ സർവീസുകൾ പുനരാരംഭിക്കുന്നതായി ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നാണ് ഇൻഡിഗോ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 17 വിമാന സർവീസുകളാണ് നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത്. 17 സർവീസുകൾ റദ്ദാക്കിയെന്ന് സിയാൽ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാർ ഈ എയർലൈനിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വിമാനത്തിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് പരിശോധിച്ച ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് വന്നാൽ മതി എന്നാണ് നിലവിൽ സിയാൽ അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് റദ്ദാക്കിയിട്ടുള്ളത് 8 വിമാനങ്ങളാണ്. കണ്ണൂരിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 12 വിമാന സർവീസുകൾ നിലവിൽ റദ്ദാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മസ്കറ്റ്, ഷാർജ, അബുദാബി, ദമാം, ദുബായ് എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വിമാനങ്ങൾ, ഖത്തർ എയർവേസിൻ്റെ ദോഹ വിമാനം, കുവൈറ്റ് എയർവേസിൻ്റെ കുവൈറ്റ് വിമാനം, ഇൻഡിഗോയുടെ ഷാർജ വിമാനങ്ങൾ എന്നിവയായിരുന്നു ഇന്നലെ രാത്രിയിൽ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാത്രം 17 വിമാനങ്ങളാണ് ദോഹ, ദുബായ്, അബുദാബി, കുവൈറ്റ്, UAE, മസ്കറ്റ് തുടങ്ങിയ വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട 17 വിമാനങ്ങളാണ് നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്കൊന്നും ഇത്തരത്തിൽ ഒരു തരത്തിലുമുള്ള അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ യാത്രക്കാരോട് സംസാരിച്ചിരുന്നു. അവരുടെ താമസം, ഭക്ഷണം ഉൾപ്പെടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനം അവർക്ക് നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ അത്തരം അറിയിപ്പുകളൊന്നും തന്നെ ഇവർക്ക് ആർക്കും തന്നെ നൽകിയില്ല. ഇവരെല്ലാവരും തന്നെ ഒരു 6 മണി വരെ ഈ യാത്രക്കാരെല്ലാവരും തന്നെ വിമാനത്താവളത്തിന് പുറകിൽ കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് അല്പസമയം മുമ്പ് ഈ പുറത്ത് കാത്തിരുന്ന ഈ യാത്രക്കാരെ എല്ലാം തന്നെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. നിലവിൽ ചില വിമാന സർവീസ്, ഇൻഡിഗോയുടെ അടക്കമുള്ള വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കും. ചില വിമാനങ്ങൾ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സിയാൽ അല്പസമയം മുൻപ് സിയാലിൽ നിന്നും വന്ന ഔദ്യോഗിക പ്രതികരണം അനുസരിച്ച് 17 വിമാനങ്ങളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാത്രം ഇപ്പോൾ നിർത്തലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ റദ്ദാക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ജിൽസി.